ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ തൊട്ടയൽവാസി ചൈന വീണ്ടും പുതിയ അടവുമായിട്ട് ഇന്ത്യയുടെ അടുത്ത് വന്നിട്ടുണ്ട്. കാരണം അമേരിക്കൻ ഗവൺമെൻറ് ട്രംപും ഒക്കെ ചൈനയ്ക്കെതിരെയുള്ള നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അപ്പോൾ നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ ഒക്ടോബറിൽ ബ്രിക്സ് സമ്മിറ്റിൻ്റെ ഒരു സമയത്ത് ആണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിന്ന ബോർഡർ പ്രശ്നങ്ങൾ, ലഡാക്ക്, ഗാൽവാൻ ഇതുപോലുള്ള ഇഷ്യൂസ് സമാധാനപരമായിട്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാമെന്നൊരു നിലപാടിലേക്ക് രണ്ട് രാജ്യങ്ങളും വരികയും, അപ്പോൾ അന്നേ ഒരു പക്ഷേ ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ച് അമേരിക്കയിൽ വരാൻ പോകുന്ന ഇലക്ഷൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഏറെക്കുറെ ഒരു ഊഹമുണ്ടായിരുന്നായിരിക്കാം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയും, കാരണം സ്റ്റേറ്റ് ആകുമ്പോൾ അവരുടെ ഹയർ ഇൻ്റലിജൻസിന് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ ചൈനയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കും നമ്മുടെ ഇൻ്റലിജൻസ് സർവീസിനെല്ലാം ഒരുപക്ഷെ അമേരിക്കയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഇരു രാജ്യങ്ങളും അതുവരെ നിലനിന്നിരുന്ന കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയെ മാറ്റി സമാധാനപരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ഇനിയും മുമ്പോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം. പ്രത്യേകിച്ച് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ചൈനയ്ക്കാണ് ഇന്ത്യയെക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ആവശ്യം വേണ്ടി വരുന്നത്. കാരണം അമേരിക്കയിൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യാപാരപരമായിട്ടുള്ള കർക്കശമായിട്ടുള്ള നിലപാടുകളും അല്ലെങ്കിൽ നയങ്ങളും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ട് ചൈന അമേരിക്കയുമായിട്ടുണ്ടാകാൻ സാധ്യതയുള്ള വാണിജ്യ നഷ്ടങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഇന്ത്യയുമായിട്ട് കൂടുതൽ കൈകോർത്ത് ഇന്ത്യയിൽ കൂടുതൽ അവരുടെ സാധനങ്ങളും സേവനങ്ങളും വിറ്റഴിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ സമാധാന ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഉടമ്പടിക്കോ ഒക്കെ കാരണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ചൈനയ്ക്കെതിരെയും മെക്സിക്കോയ്ക്കെതിരെയും കാനഡയ്ക്കെതിരെയൊക്കെ ഉപരോധം പറഞ്ഞാൽ വാണിജ്യ ട്രേഡ് ടാരിഫുകൾ ഏർപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് തീർച്ചയായിട്ടും വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതും. അതിൻ്റെ ഫലമായിട്ടാണ് പറഞ്ഞത്, ഇന്ത്യയിൽ കൂടുതൽ ഇന്ത്യയെ കൂടുതൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയെ കൂടുതൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്താവനയുമായിട്ട് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് യി ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ശക്തമായിട്ട് സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോവുകയും, അതുപോലെ അമേരിക്കയുടെ പവർ പൊളിറ്റിക്സും അതുപോലെ തന്നെ ഹെജിമോണിസം ഒക്കെ നമ്മൾ ഒരുമിച്ച് നിന്ന് അതിനെ എതിർത്ത് തോൽപ്പിക്കണം എന്നൊക്കെ തന്നെയാണ് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കറിയാം, ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ഈ കൂടുതൽ ബന്ധം ശക്തമാക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എല്ലാ രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ രാജ്യ താല്പര്യങ്ങളാണ്. അതിനാണ് ഡിപ്ലോമസി എന്ന് നമ്മൾ പറയുന്നത് തന്നെ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കത് പ്രത്യേകിച്ച് ഒരു നഷ്ടമൊന്നുമില്ല. കാരണം ചൈനയെപ്പോലൊരു രാജ്യമായിട്ട് നമ്മൾ കൊമ്പ് കോർത്ത് നിൽക്കുന്നതിനേക്കാളുള്ള എത്രയും നല്ലത് നമ്മുടെ ഏറ്റവും തൊട്ടടുത്തുള്ളൊരു നെയ്ബറിങ് രാജ്യം എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ രാജ്യമാണ്. അതിലുപരി സാമ്പത്തികമായിട്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ തീർച്ചയായിട്ടും ചൈനയുമായിട്ട് കൊമ്പ് കോർക്കുന്നത് എന്തുകൊണ്ടും ഇന്ത്യക്ക് നല്ലതല്ല. പ്രതിരോധപരമായിട്ടുള്ള ജയതോൽവി അല്ലെങ്കിൽ ജയപരാജയങ്ങളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. കാരണം സാമ്പത്തികമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ചൈനയിൽ നിന്നും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ടെക്നോളജി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള കോപ്പറേഷൻസ് ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്ത്യയുടെ വളർന്നു വരുന്ന സാമ്പത്തിക മേഖലയ്ക്ക് ശക്തി പകരുവാൻ വേണ്ടി. അപ്പം അമേരിക്കയിൽ നിന്നും തീർച്ചയായിട്ടും അനുകൂലമല്ലാത്ത ചില നിലപാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ചൈനയെപ്പോലുള്ളൊരു വമ്പൻ സാമ്പത്തിക ശക്തിയുടെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സാമ്പത്തിക മേഖലയെ വളർത്തുവാൻ സാധിക്കും, അല്ലെങ്കിൽ വളർത്തുവാൻ കഴിയണം എന്നുള്ളൊരു നിലപാട് ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ മറ്റ് ഫോറിൻ പോളിസി എക്സ്പേർട്സ് അല്ലെങ്കിൽ അതുപോലൊക്കെ ഉള്ള മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും
ഇങ്ങനെയുള്ളൊരു കോപ്പറേഷൻ ഇരു രാജ്യങ്ങൾക്കും വളരെ പ്രയോജനകരമായിരിക്കും. അല്ലെങ്കിൽ രണ്ടുപേർക്കും ഉചിതമായത് ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു ജിയോ പൊളിറ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിയാലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ നമ്മൾ അമേരിക്കയുമായിട്ട് എത്ര ശ- സൗഹൃദപരമാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ ഏഹ്, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമ്മളുടെ ബന്ധം എത്ര ശക്തമാണെങ്കിൽ തന്നെയും, വെസ്റ്റേൺ നേഷൻസ് അവരെ എന്നും അവരുടെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ അവർ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുള്ളൂ. അപ്പോൾ അവർ ഇന്ത്യക്കെതിരെ ആയാലും ശരി, ചൈനയ്ക്കെതിരെ ആയാലും ശരി, അവർ പ്രയോഗിക്കുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലെയൊക്കെ തന്നെ വളർച്ചയെ തടസ്സപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ വളർന്ന് സാമ്പത്തിക ശക്തിയായിട്ട് മുന്നോട്ട് വരുന്നത് തടയുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ എപ്പോഴത്തെയും എന്നത്തെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിനെ നമുക്ക് ഫലവത്തായിട്ട് നേരിടണമെങ്കിൽ നമ്മളെപ്പോലുള്ള ഏഷ്യ അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ സൗത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, ചൈന, റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങൾ കൈകോർത്ത് നിന്നിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും നമ്മൾ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും ഏം, ഫലവത്തെന്ന് മാത്രമല്ല, ഒരു റിയാലിസ്റ്റിക് ആയിട്ടുള്ള ടേംസിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു ഏം, സ് നിലപാട് തന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇന്ത്യയെക്കാളിൽ കൂടുതൽ ചൈനയ്ക്കാണ് ഇന്ത്യ ഇപ്പോൾ ആവശ്യം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ചൈനയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള സംശയം അല്ലെങ്കിൽ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അമേരിക്കയുമായിട്ടും അല്ലെങ്കിൽ ജപ്പാൻ ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ടും കൈകോർത്ത് ചൈനയെ പിന്നെ എതിർക്കുവാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പിന്നെ സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടുള്ളൊരു പിന്നെ നിലപാട് ചൈനയുടെ ഭാഗത്തു നിന്നും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനൊരു നിലപാട് ശരിയാണെങ്കിൽ തന്നെ അതിന് കാരണക്കാര് ചൈന തന്നെയാണ്. കാരണം ചൈനയും പാകിസ്ഥാനും തമ്മിൽ കൈകോർക്കുന്നത് ഇന്ത്യക്കെതിരെ നിലകൊള്ളാനാണ്, ഇന്ത്യയുടെ നിലപാടിനെ എതിർക്കാനാണ്, ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താനാണ്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ സാമ്പത്തികവും അല്ലെങ്കിൽ രാജ്യ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രിയോറിറ്റിയാണ്. അപ്പം ചൈനയെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ചൈനയെ എതിർക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ, അതുപോലെ തന്നെ നമ്മളുടെ ബോർഡർ ഇഷ്യൂസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പവർ പ്രൊജക്ഷൻസിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇന്ത്യയുടെയും കൂടെ ഏറ്റവും വലിയൊരു മുൻഗണന, അല്ലെങ്കിൽ പ്രിയോറിറ്റി ഏരിയയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മൾ അതിന് സമാനമായി ചിന്തിക്കുന്ന രാജ്യങ്ങളുമായിട്ട് നിന്നുകൊണ്ട് ഈ പറഞ്ഞ രാജ്യത്തിൻ്റെ ചൈനയുടെ മുന്നേറ്റത്തെ തടയിടുക. ചൈനയുടെ മുന്നേറ്റത്തെ തടയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ സൃഷ്ടിക്കുന്നതിൽ നിന്നും നമ്മൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മളുടെ രാജ്യ താല്പര്യത്തിൻ്റെ ഒരു പ്രശ്നം തന്നെ ആയതുകൊണ്ട് നമ്മൾ അമേരിക്കയും ജപ്പാനും പോലുള്ള രാജ്യങ്ങളുമായിട്ട് കൂടി ചേർന്ന് ക്വാഡ് അതുപോലുള്ള മീറ്റിംഗ്സ്, ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാക്കുകയും, പിന്നെ മറ്റ് പ്രതിരോധ ബന്ധങ്ങൾ, സെക്യൂരിറ്റി, മിലിറ്ററി റിലേഷൻസ് വാഷിങ്ടണുമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് കൂടുതൽ ശക്തിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഇങ്ങനെ സംശയം ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. കാരണം അത് കറക്റ്റാണത്. അപ്പോൾ അതിനെ തിരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ചൈനയുടെ നിലപാട് മാറ്റണം. ചൈനയുടെ ബിഹേവിയർ നമുക്കെതിരെയുള്ള, അല്ലെങ്കിൽ നമ്മളോടുള്ള ചൈനയുടെ ബിഹേവിയർ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യുക, നമുക്ക് അനുകൂലമാക്കി തീർക്കുക എന്നുള്ളത് ചൈനയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ ചൈനയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്തത്തോളം കാലം നമുക്കും തീർച്ചയായിട്ടും നമ്മുടെ വഴിയെ പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം മാറി വന്ന ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഉള്ളിൽ പരസ്പരം പിന്നെ സസ്പീഷ്യസ് ആയ രണ്ടുപേരും സംശയങ്ങൾ വെച്ച് പുലർത്തുകയും പരസ്പരം നമുക്കറിയാം തീർച്ചയായിട്ടും 100% ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള റിലേഷൻ ഇന്ത്യയും ചൈനയും തമ്മിലൊന്നും സാധ്യമാകത്തില്ല നമുക്കറിയാം. എന്നാലും ഇത് മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്നത് പോലെ, അതായത് തൽക്കാലത്തെ ഒരു സൗകര്യത്തിന് വേണ്ടി പിന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള, ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള ചില സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ തന്ത്രങ്ങൾ, പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിൽ ഇന്ത്യ ചൈന ഇക്കണോമിക്കലി, മറ്റ് മേഖലകളിലൊന്നുമില്ല, ഇക്കണോമിക്കലി കോപ്പറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം അതിനകത്തിൽ ഏറ്റവും ഒരുപക്ഷെ ചൈന ആഗ്രഹിക്കുന്നത് ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക്
അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും നഷ്ടം പെടാൻ പോകുന്ന ചൈനയുടെ കച്ചവടത്തിന് കൂടുതൽ സാധ്യതകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കാം ചൈന ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ചൈന കൂടുതൽ ഇന്ത്യയെ ഇപ്പോൾ ആശ്രയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടുതൽ ഒരു എന്താണ് ഒരു അല്പം കൂടെ ഹാർഷല്ലാത്ത ഒരു സൗഹൃദപരമായിട്ടുള്ള ഡിപ്ലോമാറ്റിക്കലി ചൂടെ ഒന്ന് മയപ്പെട്ടിട്ടുള്ള ഒരു സമീപനം ഇന്ത്യയുടെ കൈക്കൊള്ളുന്നതും, നമ്മൾ രണ്ടും അയൽ രാജ്യങ്ങളാണ്, നമ്മൾ ഭയങ്കര രാജ്യങ്ങളാണ്, നമ്മൾ വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയിലാണ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ പവർ പൊളിറ്റിക്സും ഹെജിമോണിസവും ധാർഷ്ട്യവും നമ്മളുടെ മുമ്പിൽ ചിലവാക്കുവാൻ നമ്മൾ സമ്മതിക്കരുത്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയോടൊപ്പം നിൽക്കാൻ ഇപ്പോൾ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്ന കച്ചവടം മറ്റൊരു രീതിയിൽ കൂടെ വീണ്ടെടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി മാത്രമാണ്. അപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ ഈ ബ്രിക്സ് സമ്മിറ്റിനോടൊപ്പം തന്നെ ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയിട്ടുള്ള ചർച്ചകളുടെ ഫലമായിട്ട് ഇന്ത്യ ചൈന റിലേഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്. അപ്പം ആ മീറ്റിംഗ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇവിടെ റഷ്യയിലെ കസാൻ എന്ന് പറഞ്ഞ റഷ്യയിലെ കസാൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നല്ലോ ബ്രിക്സിന്റെ സമ്മിറ്റ്. അവിടെ ചേർന്നല്ലോ ഈ പിന്നെ പ്രൈം മിനിസ്റ്റർ മോഡിയും അതുപോലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഉള്ള ആ ഒരു മീറ്റിംഗ് നടന്നതും ആ മീറ്റിങ്ങിന്റെ ഫലമായിട്ടാണല്ലോ ഈ ഒരു തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടത്. അപ്പം അത് തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഈ അമേരിക്ക ഇങ്ങനെ നിലപാടെടുത്തുകൊണ്ട് മാത്രം നമുക്ക് ഇന്ത്യ ചൈന റിലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ല. കാരണം ഇരു രാജ്യങ്ങൾക്കും എപ്പോഴും പ്രയോജനകരമായി തീരുന്നത് ഇങ്ങനെ ഒരു വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പോക്ക് തന്നെ ആയിരിക്കും. അപ്പം അതിന് ഇരു രാജ്യങ്ങളും തീർച്ചയായിട്ടും രണ്ട് രാജ്യങ്ങൾക്ക് പ്രതികൂലമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടരുത് എന്നുള്ളൊരു കരാറ് പരസ്പരം ഒപ്പിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും ചൈനയെ സംശയിക്കേണ്ട കാര്യമില്ല, ചൈനയ്ക്ക് ഇന്ത്യയെ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും രണ്ട് രാജ്യങ്ങളും സ്വതന്ത്രമാണ്, രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമെന്ന് തോന്നുന്ന രീതിയിലുള്ള ബന്ധങ്ങൾ മറ്റു രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയെടുക്കുവാനും ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉള്ളതുകൊണ്ട് ചൈന പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നു. അത് ഇന്ത്യക്ക് ഗുണകരമല്ല, ദോഷമാണ് എന്നുള്ള കാര്യം 100% നമുക്കറിയാം. ഇന്ത്യയാണ് അവരുടെ പ്രധാന ടാർഗറ്റ് എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഭാവിയിലെ ഇന്ത്യക്ക് നേരിടാൻ പോകുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ടു ഫ്രണ്ട് വാർ ആയിരിക്കും. കാരണം ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ഫുൾ ഫ്ലഡ്ജ് വാർ ഉണ്ടാകുകയാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ചൈനയ്ക്ക് അതിൽ ഇടപെടാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. കാരണം ചൈനയും പാകിസ്ഥാനും തമ്മിൽ അത്രയ്ക്ക് വളരെ ഇൻറ്റിമേറ്റ്ലി അല്ലെങ്കിൽ ക്ലോസ്ലി എന്താണ് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ട അവരുടെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഒരു രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ മറ്റൊരു രാജ്യത്തിനകത്തിൽ ഇടപെടാൻ തീർച്ചയായിട്ടും പ്രതിജ്ഞാബദ്ധമാണ്. അപ്പം അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ ഏകദേശം അതേ ഒരു അളവിലല്ലെങ്കിൽ തന്നെയും അതൊരു ലക്ഷ്യത്തിലേക്ക് തന്നെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് വശങ്ങൾ ഒരുപോലെ തന്നെ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പരമുള്ള വിശ്വാസം പുറമേ ഇല്ല. കാരണം ഇത് തൽക്കാല സൗകര്യത്തിന് വേണ്ടിയുള്ളൊരു ചങ്ങാത്തമാണ്. ഇരു രാജ്യങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സസ്പീഷൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമുക്കൊരിക്കലും ചൈനയെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ചൈനയുടെ പ്രവൃത്തികളെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും നമുക്കെല്ലാവർക്കും നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഇന്ത്യ ചൈനയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ ഡീകപ്പിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യണം. അതിന് ചൈന തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ചൈനയെ എതിർക്കേണ്ട കാര്യം വരത്തില്ല. അപ്പം ചൈന ആ ഒരു കാര്യത്തിൽ കൂടുതൽ ഉറപ്പുവരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് ചൈനയ്ക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും നമുക്ക്. അപ്പോൾ എന്നിരുന്നാലും ഇപ്പോഴത്തെ നിലനിൽക്കുന്ന ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് അമേരിക്കയ്ക്കായാലും ചൈനയ്ക്കായാലും തീർച്ചയായിട്ടും ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല.
കാരണം അത് മാറി വരുന്ന ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആഗോള രാഷ്ട്രീയ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് ഏറിയും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വളരെ അമേരിക്കയെ സംബന്ധിച്ച് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു അസറ്റായിരുന്നു. ഇപ്പം അമേരിക്കയെ സംബന്ധിച്ച് പാകിസ്ഥാൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിക് അസറ്റ് അല്ല. കാരണം ഇത്രയും ദൂരെയുള്ള ഒരു രാജ്യമായിട്ട് തന്നെ പാകിസ്ഥാനെ അവർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് അസറ്റായിട്ടായിരുന്നു കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ആ സ്ഥാനത്ത് അവർക്ക് ചൈനയെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ഇന്ത്യയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് കരുതുന്നതും. അതുകൊണ്ട് ഇന്ത്യയുടെ കപ്പാസിറ്റി പല രീതിയിലും സ്ട്രാറ്റജിക് മിലിറ്ററി ഡിഫൻസ് പരമായിട്ടുള്ള ഇന്ത്യയുടെ കപ്പാസിറ്റി പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ആ മേഖലയിൽ കൂടുതൽ ശക്തമാകുന്നുണ്ട്. കാരണം ചൈന കറസ്പോണ്ടിങ് ആയിട്ട് വളരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഓഷ്യനിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ നേവിക്കാണ് ഡോമിനൻസ് ഉള്ളത്. ആ ഡോമിനൻസിനെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇന്ത്യയായിട്ട് കൂടുതൽ പിന്നെ ഈ പറഞ്ഞ ഈ മേഖലകളിൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ചൈനയെ പ്രതിരോധിക്കുവാനും എതിർക്കുവാനും അല്ലെങ്കിൽ ചൈനയുടെ ഇൻക്രീസിങ് പവർ പ്രൊജക്ഷന് ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ ഇന്ത്യ വളരെ അത്യാവശ്യമാണ് അമേരിക്കയ്ക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നേരിടുന്ന ഈ പറഞ്ഞൊരു ഭീഷണി ഇപ്പോൾ ട്രേഡ് സംബന്ധിച്ച് ഇക്കണോമിക് ആയിട്ടുള്ള ത്രെട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനിയും വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മുമ്പോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ അടുത്തൊരു തിയേറ്റർ ഓഫ് വാർ ചൈനയ്ക്കെതിരെ ആയിരിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ചൈന ഇങ്ങനെ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ളൊരു തീരുമാനം ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊരു എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് ഒരു മാരേജ് ഓഫ് കൺവീനിയൻസ് ആണ്. ഇത് തൽക്കാലം ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമുള്ളൊരു പിന്നെ എന്താണ് ഒരു ഫ്രണ്ട്ലി കോപ്പറേഷൻ അല്ലെങ്കിൽ കോർഡിനേഷൻ ആണ്. ഇത് തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും ഇതുപോലെ തന്നെ 100% മുന്നോട്ട് ദീർഘകാലം അല്ലെങ്കിൽ ലോങ് ടേമിൽ ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യതയല്ല. തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ പറഞ്ഞ ഒരു ഇക്കണോമിക് അല്ലെങ്കിൽ ട്രേഡ് ത്രെട്ട് ഇതൊക്കെ ഒരുപക്ഷെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ റിയൽ ഫേസ് കാണിക്കാൻ സാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. തൽക്കാലം ചൈനയ്ക്ക് ഇന്ത്യ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ മാർക്കറ്റ് അത്യാവശ്യമാണ്. അവരുടെ സാധനങ്ങൾ പ്രോഡക്ട്സുകൾ ഡംപ് ചെയ്യാൻ ഇനി അമേരിക്കയിൽ പഴയ പോലെ സാധിക്കത്തില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ യൂറോപ്യൻ യൂണിയനിലും പറ്റത്തില്ല. കാരണം അമേരിക്ക വളരെ കർശനമായിട്ടുള്ളൊരു നിലപാടെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അതേപടി തുടരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ജപ്പാൻ ഇതുപോലുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളായിരിക്കും. കാരണം ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ മാർക്കറ്റുകൾ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഉൽപ്പന്നങ്ങളുടെ ഡംപിങ്ങിന് വേണ്ടി നമുക്ക് തുറന്നു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓൾറെഡി നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള പല വ്യവസായങ്ങളും ഈ ചൈനീസ് പ്രോഡക്ട്സിൻ്റെ വർദ്ധിച്ചു വരുന്ന കടന്നുകയറ്റത്തോടുകൂടി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു പിന്നെ ചൈനയും ഇന്ത്യയും തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന വർദ്ധിച്ചു വരുന്ന ട്രേഡിൻ്റെ അല്ലെങ്കിൽ വാണിജ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വ്യവസായങ്ങൾ എത്രത്തോളം ദുരിതം അനുഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ തൽക്കാലം ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.